നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ദേവി. ഇവിടെ കാണാവുന്ന ഈ ലിസ്റ്റ് കണ്ടോ? നിറയെ ഫോട്ടോസ് ഉണ്ട് അല്ലേ? ഇതൊക്കെ കഴിഞ്ഞ സെറ്റ് CCയോടൊപ്പം ക്ലിയർ ചെയ്തവരുടെ ഫോട്ടോയാണ്. അപ്പൊ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാനിലൂടെ ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് കൃത്യമായിട്ട് ചോദ്യങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കി തന്നെ വേണം നമ്മൾ സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ടൈം ലിമിറ്റിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു സമയത്ത് സെറ്റ് എക്സാം ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? സെറ്റിന്റെ സിലബസ് പാറ്റേൺ ആണ്. അതുപോലെ തന്നെ സിലബസ് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, അതിലെ എക്സ്പെക്റ്റഡ് ഏരിയാസ് കൂടെ മനസ്സിലാക്കണം അല്ലേ? കഴിഞ്ഞ സെറ്റ് എക്സാംസിലൊക്കെ ഏത് രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിരുന്നത്, ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതൊക്കെ ഭാഗത്തിനാണ്, ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് സെറ്റ് വിജയിക്കാൻ കഴിയും അല്ലേ? അപ്പൊ ഇവിടെ ഈ കാണിച്ചേക്കുന്ന കൂട്ടത്തില് നിങ്ങൾക്കും ഒരാളായിട്ട് CCയോടൊപ്പം തന്നെ പഠിച്ച് മുന്നേറാൻ പറ്റും. അപ്പൊ അതിനായിട്ട് ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്റ്റഡ് ഏരിയാസ് എന്തൊക്കെയാണ് മലയാളം സെറ്റിന്റെ എന്നുള്ളതൊന്ന് പരിശോധിക്കാം അല്ലെ? ഓക്കെ, അപ്പം സെറ്റിന്റെ മലയാളത്തില് ടോട്ടൽ 6 യൂണിറ്റുകളാണ് ഉള്ളത്. 6 യൂണിറ്റുകളാണ്. ഈ 6 യൂണിറ്റിലെല്ലാം തന്നെ 10 മോഡ്യൂൾസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം 6 യൂണിറ്റ്, അങ്ങനെ ഓരോ യൂണിറ്റിലും 10 മോഡ്യൂൾ വീതം, ടോട്ടൽ ഒരു 60 മോഡ്യൂൾ വരുന്നുണ്ട്. ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ട് വരുന്ന പദ്യം എന്നുള്ളതാണ്. നമുക്കറിയാം പ്രാചീന കാലം തൊട്ട് സമകാലീനം വരെ, അതിൽ നാടൻപാട്ട് വരെ ഉൾപ്പെടുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു ടോപ്പിക്കാണ് പദ്യം എന്നുള്ള ഭാഗത്ത് മലയാളത്തിലുള്ളത്. അപ്പം പ്രാചീന കാലം തൊട്ട് നാടൻപാട്ടുകള്, പ്രാചീനകാല നമ്മുടെ കവിതകള്, ആധുനിക കാല കവിതകള്, സമകാലീന കവിതകൾ വരെ അല്ലെ, ഇത്തരത്തിലുള്ള എല്ലാ ഭാഗത്തു നിന്നും എന്ത് ചെയ്യുന്ന ചോദ്യം വരാറുണ്ട്? സെറ്റ് മലയാളം പരീക്ഷയില് ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. അപ്പോ രണ്ടാമത്തെ യൂണിറ്റ് നോക്കിയേ. രണ്ടാമത്തെ യൂണിറ്റ് ഗദ്യമാണ്. ഗദ്യം എന്ന് പറയുമ്പോൾ മലയാളത്തിലെ മറ്റൊരു പ്രധാന വലിപ്പമേറിയ യൂണിറ്റ് ആണ് അല്ലെ ഗദ്യം എന്ന് പറയുന്ന ഭാഗം. അവിടെയും എന്തൊക്കെയുണ്ട്? പ്രാചീന കാലത്തെ ഗദ്യങ്ങൾ മുതൽ ഇന്ന് സമകാലീന രീതിയിലുള്ള എഴുത്തുകൾ വരെ നമ്മൾ പരിചയപ്പെടണം. നോവലുകള്, ചെറുകഥകള്, ഇങ്ങനത്തെ മറ്റ് ഗദ്യ രൂപങ്ങള്, അതായത് വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ, ഇതൊക്കെയും ഉണ്ട്. നിഘണ്ടുക്കൾ, പഴഞ്ചൊല്ലുകൾ, ഇതൊക്കെ ഉൾപ്പെടുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ കൂടി എഴുതി വരുന്നുണ്ട്. ഗദ്യം എന്നുള്ള പാഠഭാഗത്ത് വരുന്നുണ്ട് അല്ലെ? അപ്പൊ രണ്ടാമത്തെ യൂണിറ്റ് ഏതാണ്? ഗദ്യം എന്നുള്ളതാണ്. മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ട് വരുന്നത് ദൃശ്യകലാ സാഹിത്യ പഠനമാണ്. ദൃശ്യകലകൾ നമുക്കറിയാം, കഥകളി, തുള്ളൽ തുടങ്ങിയിട്ടുള്ള ദൃശ്യകലകളെ അടുത്തറിയുക. അതുപോലെ തന്നെ ആട്ടക്കഥകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏതി വരുന്നു? മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദൃശ്യകലാ സാഹിത്യ പഠനത്തിൽ വരുന്നു. നാലാമത്തെ യൂണിറ്റ് സംസ്കാര പഠനം. സംസ്കാര പഠനം പലപ്പോഴും സംസ്കാര പഠനം ബാക്കി നെറ്റ് പോലത്തെ എക്സാംസിനൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുമെങ്കിൽ പോലും ബാക്കി ഉള്ളത് കഴിഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലാണ് പ്രാധാന്യം കൊടുക്കാറുള്ളത്. പക്ഷേ സെറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല. വലിയൊരു വാസ്റ്റ് ഏരിയ തന്നെയുണ്ട് സംസ്കാര പഠനത്തിൽ നിന്ന്. ആ ഭാഗത്ത് നിന്ന് റിപ്പീറ്റ് ആയിട്ട് ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പൊ നാലാമത്തെ യൂണിറ്റ് സംസ്കാര പഠനമാണ്. കേരളത്തിന്റെ ചരിത്രം, സംസ്കാരം, നവോത്ഥാന കാലഘട്ടം, തുടർന്ന് പണ്ടത്തേത് സംഘകാലഘട്ടം തന്നെ, കേരളത്തിന്റെ നവോത്ഥാനം, അതുപോലെ തന്നെ ചരിത്ര സംഭവങ്ങൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. അതുപോലെ തന്നെ സംഘകാലഘട്ടം, അതിനും പ്രാധാന്യം കൊടുക്കണം. ഈ ഭാഗങ്ങളൊക്കെയാണ് സംസ്കാര പഠനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അഞ്ചാമത്തെ യൂണിറ്റ് സാഹിത്യ സിദ്ധാന്തങ്ങൾ, മലയാള വിമർശനങ്ങൾ. നമുക്കറിയാം പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തം, പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തം എന്നിങ്ങനെ വലിയ 2 സ്ട്രീംസ് കിടപ്പുണ്ട്. അതിനോടൊപ്പം തന്നെ എന്ത് വരുന്നുണ്ട്? മലയാള നിരൂപണം അല്ലെ, വിമർശനം എന്ന് പറയുന്ന വളരെ വലിയൊരു ഏരിയയും കൂടി ഇതിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. ആറാമത്തെ യൂണിറ്റ് വരുന്നത് ഭാഷാശാസ്ത്രം, ഭാഷാ ചരിത്രം, വ്യാകരണം അല്ലെ. ഭാഷാശാസ്ത്രം, ഭാഷാ ചരിത്രം, വ്യാകരണം എന്നിങ്ങനെ 3 രീതിയിലുള്ള വലിയ ടോപ്പിക്കുകൾ ചേർന്നതാണ് ആറാമത്തെ യൂണിറ്റ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓരോ യൂണിറ്റിലും എന്തുണ്ട്? 10 മോഡ്യൂൾസ് വീതം തരാറുണ്ട്. ആ 10 മോഡ്യൂൾസ് ഓരോ യൂണിറ്റിൽ നിന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പം ഇതുവരെ കഴിഞ്ഞ സെറ്റ് പരീക്ഷകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ യൂണിറ്റ് 1, 2 കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. പ്രത്യേകിച്ചും കവിത എന്നുള്ള യൂണിറ്റ് 1 പദ്യഭാഗത്ത് നിന്ന് നമ്മൾ പ്രാചീന കവിതകൾക്കും പ്രാധാന്യം കൊടുക്കണം. ഒപ്പം ആധുനിക കവിതകൾക്കും സമകാലീന കവിതകൾക്കും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട്
പ്രത്യേകിച്ചും കവികള് അവരുടെ കവിതകൾ ഏതൊക്കെയാണ് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ആ ഭാഗത്ത് നിന്ന് റിപ്പീറ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഗദ്യത്തിന്റെ ഭാഗം എടുക്കുമ്പോൾ നമ്മൾ പ്രാചീനത്തിന് പ്രാധാന്യം കൊടുക്കണം, എങ്കിൽ പോലും കൂടുതൽ പ്രാധാന്യം ആധുനിക ഉത്തരാധുനിക എഴുത്തുകൾക്ക് കൂടി കൊടുക്കണം കേട്ടോ. അതായത് ഉത്തരാധുനികതയും അല്ലെങ്കിൽ സമകാലീനവുമായിട്ടുള്ള നോവൽ സാഹിത്യം അല്ലെ, നിങ്ങൾ ചോദ്യങ്ങൾ പരിശോധിച്ച PYQ പരിശോധിച്ച അറിയാം, നോവൽ സാഹിത്യത്തിൽ നിന്നും അനേകം ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? പുതിയ കാല നോവലുകൾ, അതിന്റെ എഴുത്തുകാർ, അതിന്റെ പ്രമേയത്തിലെ വ്യത്യസ്തതകൾ, അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള പുരസ്കാരം ലഭിച്ചത്, ഇത്തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കണം. മൂന്നാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ ദൃശ്യകലാ സാഹിത്യ പഠനമാണ്. ഇവിടെ കലകൾ, നാടകം, സിനിമ എന്നിവയാണ് ചോദിക്കുന്നത്. എന്നാൽ കൂടുതലായിട്ടും നാടകത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്, സിനിമയിൽ നിന്നും കാണാറുണ്ട്. എന്നാലും നാടകത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ കുറച്ചധികം വരാറുള്ളത് കൊണ്ട് നമ്മൾ നാടകത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. പ്രത്യേകിച്ചും നാടക കൃത്തുക്കളുടെ പ്രധാനപ്പെട്ട നാടകങ്ങൾ മാത്രമല്ല, നാടകകൃത്തുക്കളുടെ ആത്മകഥകൾ, ഇത്തരത്തിലുള്ള മേഖലയിൽ നിന്നും ഒക്കെ ചോദ്യം വരാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? പഠിത്തം കുറച്ചുകൂടി വാസ്റ്റായിട്ട് മാറ്റണം കേട്ടോ. അപ്പൊ അടുത്തത് യൂണിറ്റ് 4 എന്നുള്ള ഭാഗമാണ്. ഇവിടെ സംസ്കാര പഠനം. നേരത്തെ പറഞ്ഞു, സംസ്കാര പഠനത്തിൽ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്, വിട്ടുകളയാതെ. സംസ്കാരത്തിന്റെ നിർവചനം. സംസ്കാരത്തിന് പല സൈദ്ധാന്തികരും പല നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ നിർവചനങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാം. സംസ്കാരം എന്നതിനെ പറ്റിയുള്ള നിർവചനങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കേരള സംസ്കാരം എന്നുള്ള ഭാഗത്ത് സംഘകാലം നമുക്കറിയാം അല്ലെ, ഐന്തിണ, അതുപോലെ തന്നെ സംഘകാലത്തുണ്ടായിരുന്ന ആചാരങ്ങള്, ഇതൊക്കെ എന്തിൽ വരാറുണ്ട്? ചോദ്യങ്ങളിൽ വരാറുണ്ട്. അപ്പം വിട്ടുപോവരുത്, സംഘകാലം എന്നുള്ളത് കേരള സംസ്കാര ഭാഗത്ത് നിന്നും കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോവാൻ. നാലാമത്തെ യൂണിറ്റ് നോക്കിയേ. നാലാമത്തെ യൂണിറ്റ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്, സംസ്കാര പഠനം. 5ാമത്തെ യൂണിറ്റ് നോക്കിയേ, പൗരസ്ത്യം. പൗരസ്ത്യത്തിൽ നിന്നും നേരത്തെ പറഞ്ഞു, പൗരസ്ത്യവും പാശ്ചാത്യവും വിമർശനവും വരുന്ന യൂണിറ്റ് ആണ്. ഇവിടെ പൗരസ്ത്യം എന്നുള്ളതിൽ നിന്നും ചേരുംപടി ചേർക്കുക എന്നുള്ള സ്വഭാവത്തെ അനേകം ചോദ്യങ്ങൾ കാണാൻ കഴിയും. അതുകൊണ്ട് അത് എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക്. പൗരസ്ത്യത്തിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പൗരസ്ത്യ കാവ്യ മീമാംസകരെ പറ്റി, അവരുടെ പ്രധാനപ്പെട്ട ചിന്തകളെ പറ്റി, അവരുടെ പുസ്തകങ്ങളെ പറ്റി ഒക്കെ എന്ത് ചെയ്യണം? അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അറിവ് നേടിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. പാശ്ചാത്യത്തിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഈ 2 ഭാഗവും ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. പാശ്ചാത്യത്തിലും എന്താ പ്രധാനപ്പെട്ട ആശയങ്ങൾ അല്ലെ, പുതിയ ഒരുപാട് ആശയങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട സൈദ്ധാന്തികരുടെ പേരുകൾ പഠിച്ചിരിക്കണം. ലാസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് 6 ആണ്. വളരെ വലിയൊരു യൂണിറ്റ് ആണ്. വ്യാകരണവും ഭാഷാശാസ്ത്രവും അതുപോലെ തന്നെ ഭാഷോൽപത്തി സിദ്ധാന്തങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്. മലയാള ഭാഷയുടെ ഉൽപ്പത്തി, അതിനെപ്പറ്റി ആളുകളുടെ അഭിപ്രായങ്ങൾ, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ വ്യാകരണ കാര്യങ്ങളിലെ സന്ധിയിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ സ്ഥിരം റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വ്യാകരണത്തിലെ പ്രധാനപ്പെട്ട സങ്കല്പനങ്ങൾ പഠിച്ചു വെക്കുക. അതായത് എന്തൊക്കെയാണ് കൃത്യമായിട്ട് എന്താണ് കാരകം, അതുപോലെ തന്നെ എന്താണ് പ്രധാനപ്പെട്ട വ്യാകരണ കാര്യങ്ങൾ എന്നുള്ളത് ഹെഡിങ് മാത്രമല്ല, അതിനുള്ളിലൂടെ കടന്നു പോവുക തന്നെ വേണം. അപ്പൊ ഈ ഭാഗത്ത് നിന്നും അനേകം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക. അപ്പൊ ഭാഷോൽപത്തി നോക്കുക, സന്ധിയെ പറ്റി പ്രത്യേകിച്ചും ആദേശസന്ധി, അതുപോലെ തന്നെ നമുക്കറിയാം കേരള പാണിനീയത്തിലും ലീലാതിലകത്തിലുമുള്ള സൂത്രങ്ങൾ കമ്പയർ ചെയ്യുന്ന രീതിയിലൂടെ പഠിച്ചു വെക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ ഭാഗത്ത് നിന്ന് ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഭാഷാശാസ്ത്രത്തിലെയും പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ, പ്രധാനപ്പെട്ട സങ്കല്പനങ്ങൾ എന്ത് ചെയ്യുക? ഹൃദിസ്ഥമാക്കി വെച്ചാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നേടാൻ കഴിയും. അപ്പോൾ നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ സെറ്റ് മലയാളം എക്സാം എഴുതിയെടുക്കാൻ കൃത്യമായൊരു സ്റ്റഡി പ്ലാൻ വേണം. എക്സ്പെക്റ്റഡ് ഏരിയാസിനെ മനസ്സിലാക്കണം. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് വിശകലനം ചെയ്യണം. അതിലെ ആൻസർ മാത്രമല്ല, ഓരോ ഓപ്ഷൻസിന്റെയും വിവരണങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇവിടെ CC-യില് 15 ദിവസത്തെ ഒരു സെറ്റ് മലയാളം ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഇവിടെ CC-യില് 15 ദിവസത്തെ ഒരു സെറ്റ് മലയാളം ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായ മെന്റർഷിപ്പ്, സ്റ്റഡി പ്ലാൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡിസ്കഷൻ, ഇതിലൂടെയൊക്കെ നിങ്ങളെ കൃത്യമായ വഴിയിലൂടെ എളുപ്പത്തിൽ സെറ്റ് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ.
അപ്പൊ ഈ 15 ദിവസത്തെ ക്രാഷ് ബാച്ചിൽ ചേർന്ന് ഞങ്ങളോടൊപ്പം ഒരുമിച്ച് ചേർന്ന് പഠിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ വരുന്ന സെറ്റ് മലയാളം എക്സാം ഉറപ്പായും ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു സമയം പോലും കളയാനില്ല, പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഒപ്പം കൂടുക. CCയോടൊപ്പം നമുക്ക് ഒരുമിച്ച് പഠിച്ചടുത്ത സെറ്റ് നേടിയെടുക്കാം. ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക്